ക്യാൻസർ. ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് കീമോതെറാപ്പിയുടെയും റേഡിയേഷന്റെയും ഒക്കെ കുറച്ച് പേടിപ്പെടുത്തുന്ന ചിത്രങ്ങളായിരിക്കും അല്ലേ? പക്ഷേ ചികിത്സാരംഗത്ത് ഒരു പുതിയ വിപ്ലവം തന്നെ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു കണ്ടെത്തലിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്റെ ചോദ്യം ഇതാണ്: ഒറ്റ ഡോസ് മരുന്ന്, ഒരൊറ്റ ഡോസ്, അതുകൊണ്ട് ക്യാൻസർ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റുമോ? കേൾക്കുമ്പോൾ എന്തോ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയുടെ കഥ പോലെ തോന്നുന്നില്ലേ? എന്നാൽ അടുത്തിടെ പുറത്തുവന്ന ഒരു ശാസ്ത്രീയ പഠനം മുന്നോട്ട് വയ്ക്കുന്നത് അങ്ങനെയൊരു സാധ്യതയാണ്. ശരിക്കും ഞെട്ടിക്കുന്നൊരു റിസൾട്ടാണ് ഈ പഠനത്തിൽ നിന്ന് കിട്ടിയത്. എലികളിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ ഒരൊറ്റ ഡോസ് ചികിത്സ കൊടുത്തപ്പോൾ 100% ട്യൂമറുകളും പൂർണ്ണമായി ഇല്ലാതായി. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്, 100%. ഇത് വെറുമൊരു വാർത്തയല്ല, മറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു സയന്റിഫിക് ജേർണലിൽ പ്രസിദ്ധീകരിച്ച പഠനമാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെയെല്ലാം മനസ്സിൽ ഒരു ചോദ്യം വരും: ഇത്രയും ശക്തിയുള്ള, ഇത്രയും ഫലപ്രദമായ ഈ മരുന്ന് ഇതെവിടെ നിന്നാണ് വന്നത്? ഉത്തരം പക്ഷേ നമ്മളെ എല്ലാവരെയും ഒന്ന് അതിശയിപ്പിച്ചേക്കാം. ഈയൊരു ജീവനുള്ള ആയുധം, അല്ലെങ്കിൽ ഒരു ലിവിംഗ് വെപ്പൺ, അതുണ്ടാക്കിയെടുത്തത് ഒരു ഹൈടെക് ലാബില് ഒരുപാട് ജനിതക മാറ്റങ്ങൾ വരുത്തിയൊന്നുമല്ല. അതിന്റെ ഉറവിടം തികച്ചും പ്രകൃതിദത്തമാണ്. ജപ്പാനിലെ JISTയിലെ, അതായത് ജപ്പാൻ അഡ്വാൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഗവേഷകർ ഈ അത്ഭുത മരുന്നിനായി തിരഞ്ഞത് ഉഭയജീവികളുടെയും ഉരകങ്ങളുടെയും ഒക്കെ കുടലിലാണ്. ഫയർബെല്ലി ന്യൂട്ട്, ഗ്രാസ് ലിസാർഡ്, പിന്നെ ജാപ്പനീസ് മരത്തവള, ഇവയുടെയൊക്കെ കുടലിൽ നിന്ന് അവർ 45-ലധികം ബാക്ടീരിയകളെ വേർതിരിച്ചെടുത്തു. ഈ 45 സ്ട്രെയിനുകളിൽ ഒന്നായിരുന്നു യഥാർത്ഥ ഹീറോ, നമ്മുടെ കഥാനായകൻ. ജാപ്പനീസ് മരത്തവളയുടെ കുടലിൽ നിന്ന് കണ്ടെത്തിയ എവിഗെല്ല അമേരിക്കാന എന്ന ബാക്ടീരിയ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബാക്ടീരിയയെ ജനിതകമായി ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നതാണ്. ഇത് പ്രകൃതിയിൽ നിന്ന് എങ്ങനെ കിട്ടിയോ അതുപോലെ തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ എങ്ങനെയാണ് ഈ ചെറിയൊരു ബാക്ടീരിയ ഇത്ര വലിയൊരു ശത്രുവായ ക്യാൻസറിനെ തോൽപ്പിക്കുന്നത്? ഗവേഷകർ ഇതിനെ വിളിക്കുന്നത് ഒരു ഇരട്ട ആക്രമണ തന്ത്രം, അല്ലെങ്കിൽ ഡ്യുവൽ അറ്റാക്ക് സ്ട്രാറ്റജി എന്നാണ്. ഇതൊരു ജീവനുള്ള ആയുധം പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് സങ്കൽപ്പിക്കുക. ട്യൂമറിനെ അകത്തുനിന്നും പുറത്തുനിന്നും ഒരേ സമയം ആക്രമിക്കുന്ന ഒരു സൂപ്പർ പവർ. ഇതിന്റെ പ്രവർത്തനം നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്നാമതായി, ഡയറക്റ്റ് അറ്റാക്ക്. ട്യൂമറിനുള്ളിലെ ഓക്സിജൻ കുറഞ്ഞ അന്തരീക്ഷം ഈ ബാക്ടീരിയകൾക്ക് വളരാൻ വളരെ ഇഷ്ടമാണ്. അവിടെ അവ അതിവേഗം പെരുകി ക്യാൻസർ കോശങ്ങളെ നേരിട്ട് നശിപ്പിക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് അതിലും രസകരമാണ്. ഈ ബാക്ടീരിയകൾ ഒരു സിഗ്നൽ പോലെ പ്രവർത്തിച്ച് നമ്മുടെ ശരീരത്തിന്റെ സ്വന്തം പ്രതിരോധ കോശങ്ങളായ T സെല്ലുകളെയും B സെല്ലുകളെയും ട്യൂമറിലേക്ക് വിളിച്ചുവരുത്തും. എന്നിട്ട് അവരും കൂടി ചേർന്ന് രണ്ടാമതൊരു ആക്രമണം കൂടി നടത്തും. ഈ ചാർട്ട് നോക്കിയാൽ ആദ്യത്തെ ആ ആക്രമണത്തിന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാകും. വെറും 24 മണിക്കൂറിനുള്ളിൽ ട്യൂമറിനുള്ളിൽ ഈ ബാക്ടീരിയയുടെ എണ്ണം 3000 മടങ്ങ് വർദ്ധിച്ചു. ഓർക്കണം, 3000 മടങ്ങ്. ഈ ഒരു സ്ഫോടനാത്മകമായ വളർച്ചയാണ് ക്യാൻസർ കോശങ്ങളെ നേരിട്ട് തകർക്കുന്നത്. നിലവിലുള്ള ചികിത്സകളുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഈ കണ്ടെത്തലിന്റെ പ്രാധാന്യം നമുക്ക് ശരിക്കും മനസ്സിലാവും. കീമോതെറാപ്പിക്കും ഇമ്മ്യൂണോതെറാപ്പിക്കുമൊക്കെ പല ഡോസുകൾ ആവശ്യമായി വന്നു. എന്നിട്ടും ഫലം കുറവായിരുന്നു. പക്ഷേ എവിഗെല്ല അമേരിക്കാനോയോ ഒറ്റ ഡോസിൽ 100% ഫലം. അതാണ് ഇവിടുത്തെ നിർണായകമായ കാര്യം. ഒറ്റ ഡോസ്, സമ്പൂർണ്ണ ഫലം. ശരീരത്തിലേക്കൊരു ബാക്ടീരിയയെ കുത്തിവെക്കുക. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു പേടി തോന്നാം, അല്ലേ? ഇത് സുരക്ഷിതമാണോ? നമ്മുടെ കരൾ, ഹൃദയം പോലുള്ള മറ്റ് അവയവങ്ങൾക്ക് ഇതെന്തെങ്കിലും ദോഷം ചെയ്യുമോ? വളരെ സ്വാഭാവികമായ ഒരു സംശയമാണ്. പഠനം പറയുന്നത് ഇതാണ്: ഈ ബാക്ടീരിയയെ രക്തത്തിലേക്ക് കുത്തിവച്ചാൽ ഏകദേശം 12 മണിക്കൂറിനുള്ളിൽ അത് ട്യൂമറിൽ പോയി കേന്ദ്രീകരിക്കുന്നു. 24 മണിക്കൂർ ആകുമ്പോഴേക്കും രക്തത്തിൽ നിന്നും കരൾ, ഹൃദയം, കിഡ്നി പോലുള്ള പ്രധാന അവയവങ്ങളിൽ നിന്നും അത് പൂർണ്ണമായും അപ്രത്യക്ഷമാകും. അതിന്റെ പ്രവർത്തനം പിന്നീട് ട്യൂമറിൽ മാത്രമായി ഒതുങ്ങുന്നു. അതായത് ഈ ബാക്ടീരിയയ്ക്ക് ട്യൂമറുകളോട് ഒരു പ്രത്യേക ഇഷ്ടം തന്നെയുണ്ട്, ഒരു നാച്ചുറൽ അട്രാക്ഷൻ. അതുകൊണ്ട് തന്നെ ജനിതകമാറ്റം വരുത്തിയ മറ്റു ബാക്ടീരിയകളെ അപേക്ഷിച്ച് ഇത് കൂടുതൽ സുരക്ഷിതമാകാൻ സാധ്യതയുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന ആ ചോദ്യം ഇതായിരിക്കും: എപ്പോഴാണ് ഇത് മനുഷ്യരിൽ ഉപയോഗിക്കാൻ സാധിക്കുക? നമ്മൾ യാഥാർത്ഥ്യം പറയണമല്ലോ. നിലവിലെ അവസ്ഥ എന്തെന്നാൽ ഇത് എലികളിൽ വളരെ വിജയകരമായി പൂർത്തിയാക്കിയ ഒരു പഠനമാണ്. പക്ഷേ മനുഷ്യരിലെ പരീക്ഷണങ്ങൾക്ക് ഇതിതുവരെ തയ്യാറായിട്ടില്ല. അതിന് ഇനിയും ഒരുപാട് കടമ്പകളുണ്ട്.
എന്നാൽ ഇതിന്റെ ഭാവിയിലെ സാധ്യതകൾ വളരെ വലുതാണ്. സ്തനാർബുദം, പാൻക്രിയാറ്റിക് ക്യാൻസർ, അങ്ങനെ പലതരം ക്യാൻസറുകൾക്കും ഇതൊരു പുതിയ ചികിത്സാരീതിയായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോ ഈയൊരു വിശകലനത്തിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒന്ന്, പ്രകൃതിയിൽ നമ്മൾ ഇതുവരെ കണ്ടെത്താത്ത അതിശക്തമായ ഒരുപാട് മരുന്നുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. രണ്ട്, ഫലപ്രദമായ ചികിത്സകൾക്ക് എപ്പോഴും സങ്കീർണമായ ജനിതക എഞ്ചിനീയറിംഗ് വേണമെന്നില്ല. മൂന്ന്, ഇത് ബാക്ടീരിയോ തെറാപ്പി എന്ന ഒരു പുതിയ ചികിത്സാ ശാഖയ്ക്ക് തന്നെ തുടക്കം കുറിക്കുകയാണ്. നാലാമത്തെ പോയിന്റ്, കുടലിലെ മൈക്രോബയോമിനെ എങ്ങനെ ആരോഗ്യകരമാക്കാം എന്നതിൽ നിന്ന് മാറി ബാക്ടീരിയയെ എങ്ങനെ നേരിട്ടുള്ള ആയുധമായി ഉപയോഗിക്കാം എന്നതിലേക്ക് ഗവേഷണത്തിന്റെ ശ്രദ്ധ മാറുന്നു. ഇത് നമ്മളെ എല്ലാവരെയും ഒരു വലിയ ചോദ്യത്തിന് മുന്നിലാണ് നിർത്തുന്നത്. ഇതുപോലുള്ള എത്രയെത്ര അത്ഭുത മരുന്നുകൾ ഇനിയും നമ്മുടെ പ്രകൃതിയിൽ, ഒരുപക്ഷെ നമ്മുടെ തൊടിയിലെ ഒരു ചെറിയ തവളയുടെ ഉള്ളിൽ പോലും നമ്മൾ കണ്ടെത്താനായി കാത്തിരിപ്പുണ്ടാകും.